രാഹുൽ ഈശ്വറിനെ കോർണർ ചെയ്താണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ആ ഒരു രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയെക്കാട്ടിലും രാഹുൽ ഈശ്വർ പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ ഇപ്പം ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം എലക്ഷൻസൊക്കെ വരികയാണ്, അതൊന്ന്. പിന്നെ രണ്ട്, ഇതിനെക്കാട്ടിലും വലിയ വിഷയം ശബരിമലയുടെ വിഷയമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശ്രദ്ധ തിരിക്കാനാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ച് പോവുകയാണ്. കാരണം വലിയ കുറ്റം ചെയ്തവരെ പോലും കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും വീട്ടിലൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. പക്ഷെ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ പോലീസിൻ്റെ ഒക്കെ എല്ലാം. അങ്ങനെയല്ല ഞാൻ പറയണേ. പക്ഷെ നമുക്ക് നോട്ടീസ് ഒന്നും മുൻകൂർ തരാതെ സർപ്രൈസായിട്ട് വന്ന് കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുക ചെയ്തത്. കോടതിയിൽ പക്ഷേ പോലീസ് ഇത്തരത്തിൽ നോട്ടീസ് നേരത്തെ നൽകിയിരുന്നു എന്നല്ലേ വാദിക്കുന്നത്? അത് പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്കങ്ങനെ അതവർക്കും അറിയാം, നമുക്കും അറിയാം. അവർ വന്നതും അതും എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ആ ഒരു ലൈവായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ലൈക്ക് ഫ്രം നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇവർ വന്ന സമയത്ത്. അതിൽ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകണേ, പിന്നെ എനിക്ക് വൈകിട്ട് 7 മണിക്ക് ചർച്ചയുണ്ട്, അതിന് മുമ്പ് തിരിച്ചെത്താൻ പറ്റുമോ എന്നൊക്കെ. നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം നോട്ടീസ് തരാനും നോട്ടീസ് തന്ന് അപ്പിയർ ചെയ്യാൻ പറയുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നേരെ ഇങ്ങ് വരികയായിരുന്നു. അപ്പം അതൊക്കെ എന്നിട്ട് പോലും 100% സഹകരിച്ച വ്യക്തിയാണ് ഞങ്ങൾ. ചേട്ടൻ പോയി ഞാൻ ആ കൂടെ പോയതുമൊക്കെ. അപ്പം നമ്മളൊന്നും ചോദിച്ചില്ല, നോട്ടീസൊന്നും തന്നില്ലല്ലോ എന്നൊന്നും ആ ടൈമിൽ നമ്മൾ ചോദിച്ചു അങ്ങനെയൊന്നും ചെയ്തില്ല. അവരുടെ സഹകരണം അവരുടെ ഇൻവെസ്റ്റിഗേഷനായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ബെയിലും കൂടി റിജക്റ്റ് ആയപ്പോഴത്തേക്കും ഈ ബെയിൽ റിജക്റ്റ് ചെയ്യാൻ മാത്രമുള്ള എന്ത് പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. വീഡിയോസ് മുഴുവൻ ഇരുന്ന് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ബെയിൽ റിജക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സെക്ഷലി കളേർഡ് ആയിട്ടുള്ള എന്ത് റിമാർക്സാണ് അതിൽ വന്നതെന്നുള്ളത് ആർക്കും സത്യത്തിൽ ഉത്തരവില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്. ഇത് ശരിക്കും ആക്ച്വലി ഇവർ അറസ്റ്റ് ആദ്യം നടക്കട്ടെ, കുറ്റം പിന്നീട് നോക്കാം എന്നൊരു മട്ടിലേക്കാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആദ്യം വേറെ കുറേ ഒഫൻസസ് ആയിരുന്നു. പിന്നെ അതായത് വിക്ടിമിൻ്റെ ഫേസും ഐഡൻറ്റിറ്റിയും പേരൊക്കെ റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. പിന്നീട് മനസ്സിലായി അത് നിൽക്കില്ല, കാരണം ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം ബെയിലബിൾ ഒഫൻസാണ്. അപ്പോൾ അവർക്ക് വേറെ ഒന്നുമില്ല. പിന്നെ രാത്രിയാണ് പിന്നെ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ചേർത്തത്. ആ നോൺ ബെയിലബിൾ ഒഫൻസിലും റിമാൻഡ് റിപ്പോർട്ടിലാണെങ്കിലും കോടതിയിലാണെങ്കിലും പ്രോസിക്യൂഷന് എക്സാക്ട്ലി എന്ത് റിമാർക്കാണ് ആ രീതിയിൽ അശ്ലീല ചൊവ്വയുള്ള എന്ത് റിമാർക്കാണെന്നുള്ളതിന് അവർക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീഡിയോ സമർപ്പിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും തോന്നും അപ്പോൾ ഇവർ കുറ്റം പിന്നീട് കണ്ടുപിടിക്കുക, ആദ്യം അറസ്റ്റ് നടക്കട്ടെ എന്നുള്ളൊരു മട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുൽ ഈശ്വറിനെയോ അല്ലെങ്കിൽ ആ ഒരു സ്വരം കോണർ ചെയ്യുക അല്ലെങ്കിൽ അത് അടിച്ചമർത്തുക എന്നൊരു ഉദ്ദേശമായിരിക്കുമല്ലോ. അതാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം അദ്ദേഹം ജയിലിൽ നിരാഹാര സമരം തുടരുകയാണ്. ഇന്ന് ജാമ്യാപേക്ഷ നൽകുന്നുണ്ടോ? ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഇന്ന് വേണോ, അത് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലെ വൈകിട്ട് വളരെ ലേറ്റായിട്ടാണിത് ബാക്കി പ്രൊസീഡിങ്സ് ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇന്നിനിപ്പോൾ എന്താണെന്നുള്ളത് നോക്കണം. നമ്മൾ റഷ് ചെയ്ത് പെട്ടെന്നാണോ ചെയ്യുന്നതാണോ ബുദ്ധി, അതോ എന്താണെന്ന് അറിയില്ല. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് തന്നെ തീരുമാനിക്കാമെന്ന് വിചാരിച്ച് ഡിസൈഡ് ചെയ്യാം. അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ടോ? പോവാം, ഇപ്പോൾ ഇറങ്ങും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും.